നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ ഈയിടെയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇലക്ട്രിക് യുഗത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ടാറ്റ ടിഗോറാണ്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ കിട്ടിയിരിക്കുന്നത് ഐ-പേസ് ആണ്. ഐ-പേസ് ജാഗ്വറിൻ്റെ ഏറ്റവും വിഖ്യാതമായ ഒരു ഇലക്ട്രിക് SUV ആണ്. എന്ന് തന്നെയുമല്ല, ജാഗ്വറിൻ്റെ ആദ്യത്തെ ഓൾ ഇലക്ട്രിക് SUV ആണ് ഇതെന്ന് പറയാം. ഇലക്ട്രിക് SUV എന്നാണ് കമ്പനി ഈ വാഹനത്തെ വിളിക്കുന്നതെങ്കിലും എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ വാഹനത്തെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു സ്പോർട്സ് SUV എന്നാണ്. അത്ര ഗംഭീരമായ, വളരെ സ്പോർട്ടിയായ മോട്ടറാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വെറും 4.8 സെക്കൻഡ്സ് മതി. ലോകത്തിലെ പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കളെല്ലാവരും തന്നെ ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജാഗ്വറാണ് ആ കാര്യത്തിൽ ഏറ്റവും ധീരമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. 2025 ജാഗ്വറിൻ്റെ എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് ആയിരിക്കുമെന്നാണ് കമ്പനി പറഞ്ഞത്. അതായത് പെട്രോൾ വാഹനങ്ങളോ ഡീസൽ വാഹനങ്ങളോ 2025 ജാഗ്വറിന് ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് ഓൾ ഇലക്ട്രിക് SUV എന്ന് വിളിക്കാവുന്ന ഐ-പേസ്. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് വേൾഡ് EV ഡേ ആണ് എന്നുള്ളതാണ്. അതായത് വേൾഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാഹനം കൊണ്ടുവന്നതിന് അങ്ങനെ ഒരു സാങ്കത്യം കൂടിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പിന്നിലുള്ള ബിസിനസ് സാധ്യതയെപ്പറ്റി കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ തന്നെ ധാരാളം ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിൽ എത്തുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും കാര്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ ചാർജിങ് സ്റ്റേഷനുകളുടെ അഭാവമാണ്. നമ്മൾ ദീർഘദൂരം വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ ചാർജിങ് സ്റ്റേഷനുകൾ അനിവാര്യമാണ്. പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയധികം ചാർജിങ് സ്റ്റേഷനുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ എന്താണ് സാധ്യത എന്നാണ് നോക്കേണ്ടത്. പലരുടെയും വിചാരം വലിയ ലൈസൻസ് ഒക്കെ വേണ്ടിവരും അത്തരം കാര്യങ്ങൾക്കെന്നാണ്. പക്ഷേ അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക് വാഹന നയ പ്രകാരം നമുക്ക് എവിടെയും ഇലക്ട്രിക് സ്റ്റേഷൻ സ്ഥാപിക്കാം. സ്ഥാപിച്ച ശേഷം മാത്രം KSEBക്ക് അല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി ബോർഡുകൾക്ക് അപേക്ഷ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥാപിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് MyEV India എന്നൊരു കമ്പനി. നിങ്ങൾക്ക് ചാർജിങ് സ്റ്റേഷനുകൾ സെറ്റ് ചെയ്ത് തരികയാണ് ആ കമ്പനി ചെയ്യുന്നത്. 2-3 തരത്തിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്കൊരു 4 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ. 4 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ 4 വാഹനങ്ങൾ ഒരേ സമയത്ത് ചാർജ് ചെയ്യാവുന്ന ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾക്ക് അവിടെ സ്ഥാപിക്കാം. ഏതാണ്ട് സബ്സിഡി എല്ലാം കഴിഞ്ഞ് 30 ലക്ഷം രൂപയോളമാണ് ചിലവ് വരിക. അതോടൊപ്പം തന്നെ നിങ്ങൾ കഫേയോ മറ്റോ സ്ഥാപിച്ച് വരുമാനം കൂട്ടുകയും ചെയ്യാം. ഇനി അത്രയും രൂപയൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ കഫേകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനമുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്കൊരു ചെറിയ സിംഗിൾ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാം. അതായത് ഒരു വാഹനം ചാർജ് ചെയ്യാവുന്ന ചാർജിങ് സ്റ്റേഷൻ. അതിന് 6 ലക്ഷം രൂപയിൽ താഴെ സബ്സിഡിക്ക് ശേഷം ചിലവ് വരികയുള്ളൂ. അപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള സിംഗിൾ പോർട്ടുള്ള ചാർജിങ് സ്റ്റേഷനുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെയല്ല, റിസോർട്ടൊക്കെ പോലെ ധാരാളം സമയം വാഹനം നിർത്തിയിടുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് 7.4 കിലോവാട്ടിൻ്റെ ചെറിയ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചു കൊടുക്കാൻ സാധിക്കും. അതിന് വെറും 84,000 രൂപയെ ചിലവ് വരികയുള്ളൂ. ഇതിൻ്റെയൊക്കെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇതെല്ലാം നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യമാണ്. അതായത് ജീവനക്കാർ ഒരാൾ പോലും ആവശ്യമില്ല, എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയൊരു ബാധ്യത ജീവനക്കാരനെ വയ്ക്കുക എന്നുള്ള വലിയ ബാധ്യത ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനിയുള്ള കാലം ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചാർജിങ് സ്റ്റേഷനുകൾ നിങ്ങൾക്ക് സ്ഥാപിച്ച് അധിക വരുമാനം നേടാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് MyEV India എന്ന സ്ഥാപനത്തെ ബന്ധപ്പെടേണ്ടതെന്നൊക്കെയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക. പറ്റുമെങ്കിൽ ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. ഇനിയുള്ള കാലം ഇലക്ട്രിക് വാഹനങ്ങളുടേതാണ്. വിലയുടെ കാര്യം നോക്കിയാലും വലിപ്പത്തിൻ്റെ കാര്യം നോക്കിയാലും വമ്പൻ വാഹനമാണിത്. ഏതാണ്ട് 5 മീറ്ററിനടുത്ത് നീളമുള്ളൊരു വാഹനമാണ്. അതായത് ജാഗ്വറിൻ്റെ F-Paceനേക്കാളും നീളം എന്നാണ് പറയേണ്ടത്. വില നോക്കിയാലും മോശമല്ല. 1 കോടി തൊട്ട് 1,16 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വില. എന്ന് പറഞ്ഞാൽ 1.5 കോടിക്ക് മുകളിൽ ഓൺ റോഡ് വില വരുന്ന വാഹനമാണിത്. പക്ഷേ പൂർണ്ണമായും ഇലക്ട്രിക് ആണെന്നുള്ളതാണ് പ്രത്യേകത. എന്ന് തന്നെയുമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച കോഎഫിഷ്യൻ ഡ്രാഗ് നോക്കുകയാണെങ്കിൽ എയറോഡൈനാമികതയുടെ അങ്ങേയറ്റമാണ് ഈ വാഹനത്തിനെന്ന് പറയാം. 0.29 ആണ് കോഎഫിഷ്യൻ ഡ്രാഗ്. അതായത് ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട അത്തരം കാര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട വാഹനം എന്ന് വിളിക്കാവുന്ന ടെസ്ലയുടെ മോഡൽ X ആണെങ്കിൽ 0.25 ആണ്. ഏതാണ്ട് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന കോഎഫിഷ്യൻ ഡ്രാഗാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ താഴെ ബാറ്ററി ഇങ്ങനെ വിരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളൊരു വാഹനമാണ്. ഇതൊക്കെ ഓടിക്കുമ്പോൾ വ്യക്തമാകും. അതീവ രസകരമാണ് ഈ വാഹനം ഓടിക്കാൻ. മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ ഇതിൻ്റെ അകത്തൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ബോണ്ടറിൻ്റെ അകത്തൊന്നുമില്ല. കാരണം ഇതിൻ്റെ 2 ആക്സിലുകളിലുമായിട്ടാണ് 2 മോട്ടറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകം ശൂന്യമാണെന്നാണ് പറയേണ്ടത്. വളരെ ചെറിയ തോതിൽ ലഗേജ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബോണറ്റിനുള്ളിൽ. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിമനോഹരമായ വളരെ ഷാർപ്പായ ഹെഡ്ലാമ്പാണ്.
മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ മെട്രിക്സ് ഹെഡ്ലാമ്പുള്ള ഓപ്ഷനും അവൈലബിൾ ആണെന്നുള്ളതാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ വാങ്ങിച്ചു വയ്ക്കാം. ഈ സൈഡിലൊക്കെ എയർ സ്കൂപ്പുകളൊക്കെയാണ് കാണുന്നത്. അതെല്ലാം ഈ ഒരു എയറോ ഡൈനാമിക്സിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പൂർണ്ണമായും ജാഗ്വർ ആണ് ഒറ്റ നോട്ടത്തിൽ എന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന രീതിയിലാണ് ഈ ഗ്രില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിലെല്ലാം മനോഹരമായ എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ജാഗ്വറിൻ്റെ വലിയ ലോഗോയാണ് നമ്മൾ നടുവിൽ കാണുന്നത്. അതുപോലെ ക്രോമിയത്തിൻ്റെ സ്പർശം പല ഭാഗങ്ങളിലും കാണാം. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷും പല ഭാഗങ്ങളിലും കാണാം. മുൻഭാഗം കണ്ടു കഴിഞ്ഞാൽ അസൽ ഒരു SUV ആണെന്ന് വ്യക്തമാണ്. പക്ഷേ ഇലക്ട്രിക് ആണ് എന്നുള്ളത് പലരും ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ആണോ ഇത് ഇലക്ട്രിക് ആണോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഇത്രയും വലിയൊരു വാഹനം പൊതുവെ ഇലക്ട്രിക് കാണാറില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു കൗതുകമാണ് കാണുന്നവർക്കെല്ലാം തന്നെ. സൈഡ് പ്രൊഫൈലിൽ ഈ വാഹനം ക്യാബ് ഫോർവേഡ് ഡിസൈൻ രീതിയാണ് പിന്തുടരുന്നതെന്ന് കാണാം. കാര്യം ഇതിൻ്റെ അകത്തൊന്നും ഇല്ലെങ്കിൽ പോലും വലിയ നീണ്ട ബോണറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിൻഭാഗമാണെങ്കിൽ കട്ട് ചെയ്തെടുത്തതുപോലെ. അപ്പോൾ ഏറ്റവും അധികം സ്പേസ് ഇൻറ്റീരിയറിൽ കിട്ടുന്നത് പോലെയാണ് ഈ വാഹനം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് സത്യമാണ്. കാരണം 2700 മില്ലിമീറ്ററോളം ഉണ്ട് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്, അതായത് ഇൻറ്റീരിയറിൽ സ്പേസ് ഇഷ്ടം പോലെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 19 ഇഞ്ച് ടയേഴ്സാണ് വശക്കാഴ്ചയിലെ പ്രധാന ഒരു കാര്യം. ഈ വാഹനത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വലിയ ടയർ കാണുമ്പോൾ തന്നെയാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് മനോഹരമായ അലോയ് വീലാണ്. അത് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കാണുന്നത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോർട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. താഴെയായിട്ട് വളരെ കനത്ത ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. അതൊക്കെ മുഴുവൻ ചെളി പിടിച്ചു. 2-3 ദിവസമായിട്ട് ഞാൻ ഓടിച്ചുകൊണ്ട് നടക്കുന്നു. 2 ദിവസമായിട്ട് നല്ല മഴയും ഉള്ളതുകൊണ്ട് ഫുൾ ചെളിയാണ്. ജാഗ്വർ എന്നുള്ള ബാഡ്ജിങ് അവിടെ കാണാം. ഇനി ഈ തള്ളി നിൽക്കുന്ന ഡോർ ഹാൻഡിൽ എന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ വാഹനം ലോക്ക് ചെയ്യുമ്പോൾ അകത്തേക്ക് കയറിപ്പോകുക എന്നുള്ളതാണ്. അങ്ങനെ ജാഗ്വറിൻ്റെ മറ്റ് പല വാഹനങ്ങളും വെലാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെ അകത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ഡോർ ഹാൻഡിലാണ്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം എന്ന് പറയുന്നത് പിൻഭാഗം തന്നെയാണ്. പിൻഭാഗത്തെ ആ കയറ്റിറക്കങ്ങളും ആ ഒരു കട്ടുകളൊക്കെ അതിമനോഹരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. തന്നെയുമല്ല അങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈനാണ്. അതും സാധാരണ SUVകളിൽ പൊതുവെ കാണുന്നതല്ല. പക്ഷേ ഇതൊരു SUVയുടെ സ്പോർട്സ് കാറിൻ്റെ കൂടെ ഒരു സമ്മിശ്ര രൂപമാണെന്ന് തോന്നിക്കുന്നത് അതുകൊണ്ടാണ്. മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അത് സൺറൂഫിൻ്റെ പ്രത്യേകതയാണ്. അത് നമ്മൾ ഉൾഭാഗത്തു നിന്ന് എന്താണെന്ന് മനസ്സിലാക്കാം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളുമാണെന്നുള്ളതാണ് സത്യം. അതീവ രസകരമാണ് പിൻഭാഗത്തിൻ്റെ രൂപകൽപ്പന. വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു വിൻഷീൽഡാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്ത് നോക്കുമ്പോൾ പിൻഭാഗത്തേക്ക് ഒരു അല്പം വിസിബിലിറ്റി കുറവുണ്ടോ എന്ന് കമ്പനിക്ക് സംശയം തോന്നിക്കൊണ്ടായിരിക്കാം ആ കാണുന്ന ഷാർക്ക് ഫിൻ ആൻറ്റിന് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതായത് പിൻഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് റിവേഴ്സ് എടുക്കുമ്പോഴും മറ്റും കാണാൻ വേണ്ടി അവിടെ ഒരു ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ 2 ദിവസം ഓടിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിൻഭാഗത്തേക്ക് വിസിബിലിറ്റി പ്രശ്നമൊന്നും തോന്നിയില്ല. എങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കരുതി കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിയർ സ്പോയിലറാണ് ഈ കാണുന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും ഇവിടെ വേണം ഒരാൾക്ക് കയറിയിരിക്കാം. ആ രീതിയിലാണ് ഈ ഭാഗത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. മനോഹരമായ LED ടെയിൽ ലാമ്പ് നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഐപേസ് എന്നുള്ള ബാഡ്ജിങ് അവിടെ കാണാം. ജാഗ്വറിൻ്റെ വിഖ്യാതമായ കരിമ്പുലി ചാടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതുപോലെ EV400 എന്ന് പറയുന്ന ഇതിൻ്റെ വേരിയൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓൾ വീൽ ഡ്രൈവ് വാഹനമാണിത് എന്നും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും ഓടിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആ ഗ്രിപ്പ്, റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്ന അസാമാന്യമായ രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് 656 ലിറ്ററാണ്. അത് വളരെ മികച്ച ഒരു ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്പെയർ ടയർ ഉണ്ടെന്ന് വെച്ച് കുറേ സ്പേസ് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള മറ്റൊരു കാര്യം. എങ്കിൽ പോലും തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ മുൻഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ തോതിൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും. ഇത് ഇലക്ട്രിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും അധികം കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ രീതിയാണ് ഐപേസിന് ജാഗ്വർ കൊടുത്തിരിക്കുന്നത്. ജാഗ്വർ SUV നിർമ്മാണത്തിലേക്ക് വന്നത് F-Pace എന്ന വാഹനവുമായിട്ടാണ്. അതിൻ്റെ തന്നെ ഡിസൈൻ വളരെ രസകരമാണ്. ആദ്യകാലത്ത് വന്നപ്പോൾ കുറച്ച് അണ്ടർ പവേർഡ് ആയിരുന്നു എന്നുള്ള പ്രശ്നമാണ് F-Paceന് ഉണ്ടായിരുന്നത്. പിന്നീട് അതെല്ലാം മാറ്റിയെടുത്തു. എന്തായാലും ഏതാണ്ട് ആ ഒരു ഡിസൈൻ രീതിയും അതോടൊപ്പം ജാഗ്വറിൻ്റെ വിഖ്യാതമായ സ്പോർട്സ് കാറുകളുടെ ആ ഒരു ഡിസൈൻ രീതികളും എല്ലാം കൂടി ഉൾച്ചേർത്തിട്ടുണ്ട് ഐപേസിൽ. ഇനി എന്തൊക്കെയാണ് ഉൾഭാഗത്തെ വിശേഷങ്ങളെന്ന് നോക്കാം. ഇപ്പോൾ ജാഗ്വർ ഐപേസ് സ്റ്റാർട്ടായി കിടക്കുകയാണ്. പക്ഷേ ഒരനക്കവുമില്ല. ആകെ ഒരു AC വർക്ക് ചെയ്യുന്ന ശബ്ദം മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇത്തരം വാഹനങ്ങളൊരു രസകരമായ കാര്യവും. എന്തായാലും എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറും വളരെ വ്യത്യസ്തമാണ്, രസകരമാണ് കാണാൻ. ഒരു ഇലക്ട്രിക് വാഹനത്തിന് ഉൾഭാഗത്തേക്ക് കയറുന്ന ഫീലൊന്നുമല്ല, സാധാരണ ഒരു വാഹനത്തേക്ക് കയറുന്ന ഫീലാണ്. ഇപ്പോൾ ആധുനികമായ എല്ലാ വാഹനങ്ങളും എല്ലാ കാര്യങ്ങളും സ്ക്രീനിലാണ് ഒതുക്കിയിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെയും കാണാം.
ഇവിടെ നമ്മൾ കാണുന്ന ഒരു 10.5 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ്. ഇവിടെ കാണുന്ന ഒരു 5.5 ഇഞ്ചിൻ്റെ സ്ക്രീനും. ഇതിലാണ് എല്ലാ കാര്യങ്ങളും ഒതുക്കിയിരിക്കുന്നത്. കൂടാതെ ആകെ ഒരു ഫിസിക്കൽ സ്വിച്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെയും മറ്റ് സ്വിച്ചുകൾ മാത്രമാണ്. അതിൻ്റെ നടുവിൽ കൊടുത്തിരിക്കുന്നതും അതിൻ്റെ സെറ്റിങ്സൊക്കെ കാണിക്കുന്ന വലിയൊരു സ്ക്രീനാണ്. അത് മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ വാഹനത്തിൻ്റെ ഗിയർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, അതുപോലെ പാർക്ക്, 4 സ്വിച്ചുകളിലാണ് ഈ വാഹനത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്രൈവ് ട്രെയിനെല്ലാം നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്. അതുപോലെ ഇവിടെ കാണുന്നതുമൊക്കെ ESP ഓഫിൻ്റെ പോലുള്ള സ്വിച്ചുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ മൊബൈൽ ഫോൺ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നു. എന്തായാലും എല്ലാ കാര്യങ്ങളും ഒതുക്കിയിരിക്കുന്ന ഈ സ്ക്രീനിലായതുകൊണ്ട് തന്നെ അത് ആദ്യം ഒന്ന് പഠിച്ചെടുക്കാൻ ഇത്തിരി സമയമുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ 2 ദിവസം കൊണ്ടാണ് അത് പഠിച്ചെടുത്തത്. പക്ഷേ ഇതിനകത്ത് നാവിഗേഷനും അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും വാഹനത്തിൻ്റെ എല്ലാ സെറ്റിങ്സും അതെല്ലാം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ. എന്തായാലും അതിമനോഹരമായ ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലിങ്ങനെ എംബഡഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ജാഗ്വറിൻ്റെ ആ ലോഗോയൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഒന്നാം തരം സീറ്റിംഗ് കംഫർട്ടാണ്. ഇത് വെൻറ്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി നമുക്ക് വാഹനത്തിൻ്റെ സീറ്റിൻ്റെ സെറ്റിങ്സ് എല്ലാം ചെയ്യുകയും ചെയ്യാം. അതിനുള്ള കൺട്രോളെല്ലാം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഇവിടെയൊക്കെ മനോഹരമായ ഫിനിഷ്, സാറ്റിൻ ഫിനിഷ് എന്ന് തോന്നുന്നു അല്ലേ, അതും ഒക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ക്രോമിയം ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ വലിയൊരു വാഹനമാണെങ്കിൽ പോലും ഇതിൻ്റെ മുൻഭാഗത്തേക്ക് നമുക്കൊന്നും കാണാനില്ല എന്നുള്ളതാണ്. അതായത് അതുപോലെ ചെരിഞ്ഞ ബോണറ്റാണ്. അതെല്ലാം ഈ വാഹനത്തിൻ്റെ ഈ ഒരു എയറോഡൈനാമികതയാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ നീണ്ട ഒരു ഡാഷ്ബോർഡ് ആണെങ്കിലും അതും നമുക്ക് ഒട്ടും അലോസരം ഉണ്ടാക്കുന്നില്ല. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഓപ്ഷണലാണ്. അതായത് അതിലത് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അതിൽ കൊടുത്തിട്ടില്ല. അതിൻ്റെ അത് ഫിറ്റ് ചെയ്യാവുന്നൊരു സ്ഥലം മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. സ്റ്റിയറിംഗ് വീല് മനോഹരമായിട്ടുണ്ട്. അതിലും ഇതുപോലെ ക്രോമിയത്തിൻ്റെ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിൻ്റെ ഫിനിഷുമുണ്ട്. ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ്. ഇത് വോളിയം കൺട്രോളും മറ്റുമാണ്. മനോഹരമായ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണിത്. ഈ കാണുന്നതാണ് 5.5 ഇഞ്ചിൻ്റെ സ്ക്രീൻ. അതിൽ എല്ലാ വെഹിക്കിൾ ഇൻഫർമേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ചാർജ് എത്ര ബാക്കിയുണ്ട്, 152 മൈൽ ഓടാനുള്ള മൈൽ വെച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. മൈൽ ബാക്കിയുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ ചാർജ് പോകുന്നില്ല. 3 ദിവസം ഓടിച്ചുകൊണ്ട് നടന്നിട്ട് ഇനിയും ബാക്കി 152 കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ രീതിയിൽ ചാർജ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫിസിക്കൽ സ്വിച്ച് ഒന്നിനെ കാണുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പക്ഷേ പലതരത്തിലുള്ള സെറ്റിങ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരിക്കുകയാണെങ്കിൽ AC ഫാനിൻ്റെ സ്പീഡ് കൂടുന്നു. എന്നാൽ ഇനി താഴ്ത്തി പിടിച്ചുകൊണ്ട് പുഷ് ചെയ്തുകൊണ്ട് തിരിക്കുകയാണെങ്കിൽ സീറ്റിൻ്റെ വെൻറ്റിലേഷനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ തിരിക്കുകയാണെങ്കിൽ അത് AC ടെമ്പറേച്ചർ സെറ്റിംഗ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ പലതരത്തിൽ ഒരേ സ്വിച്ച് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇത്തിരി സമയമെടുക്കും. ഞാൻ കുറച്ച് സമയമെടുത്താണ് പഠിച്ചത്. എൻ്റെ ബുദ്ധിപരമായ പിന്നോക്കാവസ്ഥ കൊണ്ടാണോ അതോ ഇവരുടെ സാങ്കേതികമായ മുന്നേറ്റമാണോ അതിൻ്റെ പിന്നിലെന്ന് ഇത് ഇനിയും മനസ്സിലായിട്ടില്ല. ഡോർ പാഡും മനോഹരമാണ്. അതിലും ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ഈ കാണുന്ന ബ്രൗൺ ഫിനിഷിൻ്റെയും ഒക്കെ ആ ഒരു സങ്കരമാണ് കൊടുത്തിരിക്കുന്നത്. മെറീഡിയൻ സിസ്റ്റത്തിൻ്റെ ട്വീറ്ററും അതുപോലെ തന്നെ സ്പീക്കറുമായി കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ട്വീറ്ററിൻ്റെ സൈഡിൽ കാണുന്നത് മെമ്മറി സെറ്റിങ്സ് ആണ്, സീറ്റിൻ്റെ മെമ്മറി സെറ്റിങ്സ് ആണ്, അതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ താഴ്ന്ന വിൻഡോയിലാണ് സുഖമായിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന സൺറൂഫാണ്. ഈ സൺറൂഫ് എന്ന് പറയുന്നതിന് താഴെയായിട്ട് പാനലൊന്നുമില്ല അടച്ചു വയ്ക്കുന്നത്. ഇത് ഫുൾ ടൈം തുറന്നാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല വെയിലത്തൊക്കെ ഓടുമ്പോൾ അകത്തേക്ക് വെയിൽ വരില്ലെന്ന് വെച്ചാൽ വരില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അൾട്രാവയലറ്റ് റൈസിനെ എല്ലാം കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇലുമിനേറ്റഡ് ഒരു ഗ്ലാസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന അതേപോലെ തന്നെയാണ്. ഇത് എത്ര വെയിൽ വന്നാലും എത്ര തണുപ്പ് വന്നാലും എത്ര മഴ പെയ്താലും ഒക്കെ ഇതേ രീതിയിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കും. സ്ഥായി ഭാവം എന്ന് പറയുന്നത് ഈ ഒരു അടഞ്ഞ ഒരു ഭാവമാണ്. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്തേക്ക് വെയിലൊന്നും വരികയില്ല. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വാഹനങ്ങളിലും കണ്ടായിട്ട് ഓർക്കുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇതിൻ്റെ താഴെ ഒരു അടച്ചു വയ്ക്കാവുന്നൊരു ഭാഗമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുമില്ല, അത് തുറക്കാനും പറ്റില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഗ്ലാസ് നിലനിൽക്കുമെന്നുള്ളത് രസകരമായ കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വലിയ വീൽ ബേസുള്ള വാഹനമാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെയാണ് ലെഗ് സ്പേസും എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീയിലൊന്നും വലിയ ജഗപുകയൊന്നുമില്ല. സാധാരണ വാഹനങ്ങളുടെ കീ പോലെ തന്നെ ജാഗ്വർ എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ഗംഭീര സാധനമുണ്ട്. അതായത് ഇത് 10.5 ലിറ്ററിൻ്റെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസാണ്. അതിൽ ചാർജിങ് പോയിൻറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു.
നല്ല ചില്ലറ പൈസയൊക്കെ ഇട്ട് വയ്ക്കാം. ഇത് പഴയ ആശ്രയാണെങ്കിൽ ഇപ്പോൾ ചില്ലറ പൈസയൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥാപനമാണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ പറയാവുന്നത്. ഇനി എന്തൊക്കെയാണ് ബാക്കിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതെന്ന് നോക്കാം. പിൻഭാഗത്തിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അഖിലും പറഞ്ഞു, അല്പം താഴ്ന്ന സീറ്റാണ് എന്നുള്ളതാണ്. താഴ്ന്ന സീറ്റാണെന്നുള്ളതല്ല അതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ താഴെ ബാറ്ററി പാക്ക് നല്ല കട്ടിയിലിരിക്കുന്നതുകൊണ്ട് കാലൊരല്പം ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അതായത് തൈ സപ്പോർട്ട് അല്പം കുറവാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അത് ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. നടുവിൽ അങ്ങനെ വലിയ ഉയർന്ന സെൻട്രൽ ടണലല്ല, പക്ഷേ അതുകൊണ്ട് 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. പിൻഭാഗത്തേക്കും എ സിയുടെ കൺട്രോളുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് പിൻഭാഗത്തിരിക്കുന്നവർക്ക് സുഖമായിട്ട് പ്രവർത്തിപ്പിക്കാം. എ സി വെൻറ്റുകൾ ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നു. ആംറസ്റ്റ് അതും കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. മുൻഭാഗത്തെ പോലെ തന്നെ മനോഹരമായ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സുഖമായിട്ട് ചേർന്നിരിക്കാൻ പറ്റും. 3 ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഡോർ പാഡാണ്. ഡോർ പാഡിൽ ചെറിയൊരു ബോട്ടിലൊക്കെ വയ്ക്കാം. മുൻഭാഗത്തെ പോലെ തന്നെ സ്കൾപ്ചേർഡാണ് പിൻഭാഗത്തെ ഡോർ പാഡും എന്ന് പറയാം. മനോഹരമായിട്ടുണ്ട്. അതുപോലെ ഒരല്പം ക്രാംഡാണ് ഈ ഒരു ഗ്ലാസ് ഏരിയ എന്നുള്ള സത്യമാണ്. അത്ര വലിയ വലിപ്പമല്ല, പക്ഷേ അത് ക്രാംഡാണ് നമുക്ക് തോന്നിക്കാതിരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ മേൽഭാഗത്ത് ഇങ്ങേ അറ്റം വരെ വരുന്ന ഈ ഒരു ഗ്ലാസ് ഏരിയയാണ്. അത് സത്യം പറഞ്ഞാൽ അതിഗംഭീരമാണെന്ന് പറയാതിരിക്കാനില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ ആകാശമൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാനില്ല. ആ രീതിയിൽ ഇത് ടിൻഡഡാണ്. ടിൻഡഡെന്നല്ല പറയുന്നത്, ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴുള്ള ഈ ഒരു ഗ്ലാസ് ഏരിയ കാണുമ്പോൾ. അതെങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും രസകരമായിട്ടുണ്ട്. ഒരു ഗ്ലാസ് ആയിട്ടല്ല എന്നെ കാണേണ്ട, ഒരു സ്ക്രീൻ പോലെയാണ് കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പിൻഭാഗത്തും ധാരാളം ലെഗ് സ്പേസും ഹെഡ് സ്പേസും ഒക്കെ ഉണ്ട്. അതെല്ലാം സുഖമായിട്ട് ഇരിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ ആകെ തോന്നുന്നൊരു അല്പം താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണോ എന്നുള്ളതാണ്. SUV ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ പ്രതീക്ഷിക്കും. മുൻഭാഗത്തിരിക്കുന്നതിൻ്റെ അത്രയും ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ അല്ല എന്നുള്ള ഒറ്റ പ്രശ്നമാണ് തോന്നിയത്. ബാക്കി എല്ലാ തരത്തിലും വളരെ കംഫർട്ടബിളാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇത് ഓടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സന്തോഷവാനായ ഒരു മനുഷ്യനാണ് ഞാനെന്ന്. കാരണം അത്രയും രസകരമാണ് ഈ വാഹനം ഓടിക്കാൻ. ഇത് ഒരു തൂവൽ സ്പർശം പോലെ കൊണ്ടു നടക്കാവുന്നൊരു വാഹനമാണ്. 2.2 ടണ്ണാണ് ഈ വാഹനത്തിൻ്റെ ഭാരം. പക്ഷേ അതൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. ഇതിങ്ങനെ ഒരു കാറ്റ് പോലെ പോവുകയാണ്. നമ്മളതിനെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തി കൂടെ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പല ഡ്രൈവ് മോഡുകളുണ്ട് ഈ വാഹനത്തിന്. നമുക്കതെല്ലാം ഇവിടുത്തെ ഈ സ്വിച്ചുകൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന കംഫർട്ട് എന്ന് പറയുന്ന മോഡിലാണ്. അത് മാറ്റി ഇക്കോയാക്കാം, അതുപോലെ ഡൈനാമിക് ആക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ വാഹനത്തിന് വരുന്ന മാറ്റം എന്ന് പറയുന്നത് അതിമനോഹരമായ മാറ്റമാണ്. അല്ലെങ്കിൽ വളരെ സ്പോർട്ടിയായ മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ ഇത് പിടിച്ചാൽ കിട്ടാത്തൊരു പോക്കാണ് പോകുന്നത്. അമ്മാതിരി പെർഫോമൻസാണ്. അതിൻ്റെ കൂടെ വീണ്ടും ഡൈനാമിക്കിലേക്കൊന്നും ഇടേണ്ട കാര്യമില്ല. ഇക്കോ എന്ന് പറയുന്ന സാധാരണ ഏതൊരു വാഹനത്തിൻ്റെയും ഇക്കോ എന്ന് പറയുന്നത് ഒരു അല്പം പരുങ്ങുന്ന പെർഫോമൻസ് ഒന്ന് പരുങ്ങുന്ന മോഡാണെങ്കിൽ ഇതിന് അങ്ങനെയുമില്ല. ഇതിന് ഇക്കോ എന്ന മോഡ് തന്നെ ഏതൊരു വാഹനപ്രേമിയെ ഹരം കൊള്ളിക്കുന്ന മോഡാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകേണ്ട കാര്യം വരുന്നില്ല. സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് കൃത്യമായും ഒരു വലിയ SUVക്ക് ചേരുന്നത് തന്നെയാണ്. അതുപോലെ പലതരത്തിൽ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു മികച്ച സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. പിന്നെ ഞാൻ ഇൻറ്റീരിയറിനെ പറ്റി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു, ഇതിൻ്റെ ബോണറ്റൊന്നും കാണാനേ പറ്റില്ല, അത്രയും ചെരിഞ്ഞ ബോണറ്റാണ്. അതുകൊണ്ട് റോഡ് എന്ന് പറയുന്നത് തൊട്ട് മുന്നിലെ റോഡ് വരെ കാണാവുന്ന അത്രയും വിസിബിലിറ്റി ഉണ്ട് വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഈ വാഹനത്തിൻ്റെ മോട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ 400 bhp ആണ് 2 മോട്ടറുകളും. ആക്സിലിൽ ഘടിപ്പിച്ചിരിക്കുന്ന 2 മോട്ടറുകളും കൂടി നമുക്ക് തരുന്നത്. 696 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക് ലഭിക്കുന്നത്. 90 കിലോവാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 480 കിലോമീറ്ററാണ് മാക്സിമം റേഞ്ച് പറയുന്നത് ഒറ്റ ചാർജിങ്ങിൽ. ചാർജ് ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ വീട്ടിലെ 15 ആമ്പിൻ്റെ സോക്കറ്റിലാണെങ്കിൽ 48 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ചെയ്യാൻ. പക്ഷേ 7 കിലോവാട്ടിൻ്റെ AC വാൾ ചാർജർ ആണെങ്കിൽ അത് കാറിൻ്റെ കൂടെ തരുന്നുണ്ട്. അതാണ് 14 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചാർജ് ആവും. ഇനി അങ്ങനല്ല, DC ഫാസ്റ്റ് ചാർജിങ് 25 കിലോവാട്ടിൻ്റെ ആണെങ്കിൽ 80% ചാർജ് ആകാൻ 3.5 മണിക്കൂർ മതി. ഇനി 50 കിലോവാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂർ മതി.
80% ചാർജ് ആകാൻ. അപ്പോൾ എന്തായാലും ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നവർ 50 കിലോ വാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജർ കൂടി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. 48 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നും സംഭവിക്കാനില്ലല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4.8 സെക്കൻഡ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. ആക്സിലേറ്ററിൽ ഒന്ന് കാലടുത്തൂടെ പോയാൽ മതി, ഇതൊരു പോക്കാണ്. പക്ഷേ ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രിപ്പും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒട്ടും തന്നെ കൈവിട്ടു പോകുന്ന ഒരു സ്വഭാവവും ഈ വാഹനത്തിനില്ല. പിന്നെ 230 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്, അതുകൊണ്ട് എവിടെയും കയറ്റിക്കൊണ്ട് പോകാം. ഈ ഒരു ഓൾ വീൽ ഡ്രൈവും കൂടെ ഉള്ളതുകൊണ്ട് ഒരു 4 വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ സ്വഭാവങ്ങളെല്ലാം അത്തരത്തിൽ നോക്കുമ്പോൾ ഐ-പേസിനുണ്ട്. പിന്നെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം വാഹനങ്ങൾ. കാരണം വിരൽ തൊട്ടാൽ വിടരുന്ന പെൺപൂവെ എന്നൊക്കെ പാട്ടിൽ പറയുന്ന പോലെ കാൽ തൊട്ടാൽ പായുന്ന ഐ-പേസിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനമാണ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ. അങ്ങനെ നോക്കുമ്പോൾ 6 എയർ ബാഗ്സ് ഉണ്ട്. മറ്റൊരു കാര്യമുള്ളത് പെഡസ്ട്രിയൻ സേഫ്റ്റി എയർ ബാഗ് കൂടി ഉണ്ടെന്നുള്ളതാണ്. അത് ഒരു പെഡസ്ട്രിയനെ ഇടിക്കുകയാണെങ്കിൽ ബോണറ്റിനുള്ളിൽ നിന്ന് തുറക്കുന്ന എയർ ബാഗാണ്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്റ്റീവ് ബ്രേക്ക് അസിസ്റ്റ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, 360 ഡിഗ്രി ക്യാമറകളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പെഡസ്ട്രിയൻസിന് കേൾക്കാൻ വേണ്ടി ഒരു ചെറിയ ശബ്ദം കൂടി വാഹനം 20 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ ഓടുമ്പോൾ കിട്ടുന്നുമുണ്ട്. അങ്ങനെ ഒരു ശബ്ദം പെഡസ്ട്രിയൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഉൾഭാഗത്തൊന്നുമില്ല. ഇതിൻ്റെ NVH ലെവലുകൾ എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റമാണ്. കാരണം എഞ്ചിനില്ല, അതിൻ്റെ ശബ്ദമില്ല. പിന്നെ ആകെ വരാവുന്ന ശബ്ദമെന്ന് പറയുന്നത് ടയർ റോഡിൽ ഉരയുന്നതാണ്. അത് ഒട്ടും തന്നെ ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ ഗംഭീരമായ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓടിക്കാൻ നമുക്ക് ആകെ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഈ എന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ പോലും ശബ്ദമില്ലാത്തതിൻ്റെ ഒരു ഹരക്കുറവുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു V8 എഞ്ചിൻ്റെയൊക്കെ ശബ്ദം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പൊളിച്ചേനെ എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ നമുക്ക് സ്പീഡ് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ആ സ്പീഡിൻ്റെ ശബ്ദം എന്ന് പറയുന്ന വളരെ ഒരു മാന്ത്രികമായൊരു ശബ്ദം ഉണ്ടല്ലോ, അത് കിട്ടുന്നില്ല. അതുകൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു. എന്തായാലും ഈ വാഹനം ഞാൻ നേരത്തെ പലതവണ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്രോൾ വാഹനങ്ങളോ ഡീസൽ വാഹനങ്ങളോ ഓടിക്കുമ്പോൾ ഇതെന്തരിങ്ങനെ പതുക്കെ പോണത് എന്ന് തോന്നും. ആ രീതിയിൽ സ്പോർട്ടിയാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു രീതി. അത് ഈ വാഹനത്തിൽ കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങൾ, എയറോഡൈനാമികത, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഡ്രാഗിൻ്റെ പ്രത്യേകത, അത്തരം കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരു ചാട്ടുളി പോലെ പായുകയാണ് സുഹൃത്തുക്കളെ, പായുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ടാറ്റ ടിഗോർ EV ഓടിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ബോറടിക്കുമെന്നുള്ള കാര്യം. കാരണം ഇതൊക്കെ ഇങ്ങനെ ചവിട്ടിയാൽ ഒരു പോക്ക് പോകുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹരം ഒരിക്കലും നമുക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിൽ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന് എത്ര ഭയങ്കരമായ സ്പോർട്സ് കാർ ആയാലും പെട്രോൾ വാഹനങ്ങൾക്കൊന്നും അതൊന്നും കിട്ടില്ല. ആ രീതിയിൽ സ്മൂത്തുമാണ്, എന്താ പറയുക, ടോട്ടൽ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് അമ്പരപ്പിക്കുന്നതുമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ. അതിൻ്റെ ഒരു ആശാനായിട്ടാണ് നമുക്ക് ഈ വാഹനത്തെ പറയാവുന്നത്. ഇതെന്ത് പോക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന പോക്കാണ്. പക്ഷേ ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പൊന്നും കുറയുന്നില്ല. ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ശബ്ദം തീരെ ഇല്ലെങ്കിൽ പോലും 20 കിലോമീറ്റർ കഴിയുമ്പോൾ ചെറിയൊരു ഓഡിബിൾ ആയിട്ടുള്ള കാര്യം ഇതിൽ കേൾക്കുന്നുണ്ട്. അത് പുറത്തൂടെ നടക്കുന്നവർക്ക് ഈ വാഹനം വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു കാറ്റിൻ്റെ പോലും ശബ്ദമില്ലാതെയാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കോഎഫിഷ്യന്റ് ഡ്രാഗ് എന്ന് പറയുന്ന അങ്ങേയറ്റം ഒരു സ്പോർട്സ് കാറിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ എയറോഡൈനാമികതയുടെ മനോഹരമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ വാഹനത്തെ ചൂണ്ടിക്കാണിക്കാം. പിന്നെ ഈ വാഹനം നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നല്ല വിലയുണ്ട്. 1 കോടിക്ക് മുകളിൽ വിലയുള്ള വാഹനമാണിത്. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള കമ്പം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ ഇടയിൽ. അപ്പോൾ വളരെ വില കൂടിയ ഇപ്പോൾ ബെൻസിൻ്റെ എസ് ക്ലാസ്സോ അല്ലെങ്കിൽ BMW-ൻ്റെ 7 സീരീസോ ഒക്കെ വാങ്ങിക്കാനിരിക്കുന്ന ഒരാൾക്ക് ഈ വാഹനം വാങ്ങിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വാഹനം ഒരു തവണ ചാർജ് ചെയ്താൽ അത്രയും ദൂരം കൊണ്ടു നടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്രയും റേഞ്ചുള്ള ഒരു വാഹനമാണിത്. എന്തായാലും വലിയ വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെയും കടന്നിരിക്കുകയാണ്. ബെൻസിൻ്റെ EQC നേരത്തെ വന്നു കഴിഞ്ഞു. ഇനി ഓഡിയുടെ e-tron എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനം വരുന്നു. അങ്ങനെ വില കൂടിയ വാഹനങ്ങളിലും ഇലക്ട്രിക് വേരിയൻറ്റുകൾ വരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ഗംഭീരനായ ഒരു SUV ആണ് ഈ വാഹനം. എന്തായാലും വേൾഡ് ഇലക്ട്രിക് വെഹിക്കിൾ ഡേയിൽ ഈ വാഹനം അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി വിട പറയുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.